എന്റെ പരാജയം കാണാൻ കൊതിക്കുന്നവരുടെ മുമ്പിൽ എന്റെ തല ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഇന്ന് ദൈവം നിന്നോട് സംസാരിക്കുക, നീ തല കുനിക്കുന്ന കാലങ്ങളല്ല, നിന്റെ തല നിവർത്തുന്ന കാലങ്ങളാണ്. 27-ാം സങ്കീർത്തനത്തിലെ ഒരു വാക്യമാണ് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത്. 27-ാം സങ്കീർത്തനത്തിന്റെ 6-ാമത്തെ വാക്യം, എന്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എന്റെ തല ഉയരും. സ്തോത്രം. നിന്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മുമ്പിൽ നിന്റെ തല ഉയരും. അതിന് മുകളിലുള്ള വാക്യങ്ങൾ നമ്മൾ ഒന്ന് ധ്യാനിക്കാൻ പോകുക. സ്തോത്രം. 27-ാം സങ്കീർത്തനം ദാവീദാണ് ചമച്ചത്. ദാവീദ് പറയുകയാണ്, യഹോവയുടെ വെളിച്ചവും രക്ഷയുമാകുന്നു. സ്തോത്രം. ഞാൻ ആരെ ഭയപ്പെടും? യഹോവയുടെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? അവിടെ പറയുക, യഹോവയുടെ വെളിച്ചമാണ്, യഹോവയുടെ രക്ഷയാണ്, എനിക്കാരെയും ഭയപ്പെടേണ്ടതില്ല. താഴോട്ട് വായിച്ചു വരുമ്പോൾ, ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലം ഒക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനും തന്നെ. അടുത്ത വാക്യം ശ്രദ്ധിച്ച്, അനർത്ഥ ദിവസത്തിൽ അവൻ നിന്റെ കൂടാരത്തിൽ നിന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ നിന്നെ മറയ്ക്കും, പാറമേൽ നിന്നെ ഉയർത്തും. കണ്ടോ, ഒളിപ്പിക്കുന്നവൻ, മറയ്ക്കുന്നവൻ, ഉയർത്തുന്നവൻ. എന്നിട്ട് എഴുതിയിരിക്കുകയാണ്, ദൈവത്തിന് സ്തോത്രം, എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മുമ്പിൽ എൻ്റെ തല ഉയരും. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആർക്കൊക്കെയോ നേരെ പരിശുദ്ധാത്മാവ് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, എവിടൊക്കെ നിന്റെ തല കുനിഞ്ഞോ, എവിടൊക്കെ ഇനി നീ ഉയരത്തില്ലെന്ന് പറഞ്ഞോ, അവരുടെ മുമ്പിൽ ദൈവം നിനക്ക് വേണ്ടി ഒരു മഹാത്ഭുതം ചെയ്യാൻ പോകുകയാണ്. സ്തോത്രം. ഈ അവസ്ഥയിൽ നിന്ന് ഞാൻ രക്ഷപ്പെടത്തില്ല, ഈ അവസ്ഥയിൽ നിന്ന് എൻ്റെ തല ഉയരത്തില്ലെന്ന്. സ്തോത്രം. നിന്റെ ഉള്ളിൽ ആരെങ്കിലും മന്ത്രിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിന്നോട് സംസാരിക്കുക, ആ വാക്ക് കേൾക്കരുത്. പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കുക, നിന്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മുമ്പിൽ നിന്റെ തല ഉയരാൻ പോവുകയാണ്. നിന്റെ തല കുനിച്ചപ്പം ചിലരൊക്കെ ചിരിച്ചു, ചിലരൊക്കെ അത് ആഘോഷമാക്കി, ചിലരൊക്കെ അത് ആനന്ദിച്ചു. പക്ഷേ എഴുതിയിട്ടു, ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുക, നിന്റെ ശത്രുക്കളുടെ നടുവിൽ നിന്റെ തല അവൻ ഉയർത്തുവാൻ പോകുകയാണ്. നിന്നെ ഒളിപ്പിക്കുന്ന ദൈവം, നിന്നെ മറയ്ക്കുന്ന ദൈവം, നിന്റെ തല ഉയർത്തുന്ന ദൈവം. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, തല കുനിക്കുമെന്ന് പറഞ്ഞവരുടെ നടുവിൽ തല ഉയർത്താമെന്ന് പറഞ്ഞ കർത്താവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കണം. നിന്റെ നാമത്തിന്റെ കൊടി അവരുടെ മേൽ ഉയരണം. അവരെ പരിശുദ്ധാത്മാവ് കൊണ്ട് പൊതിയണം. അവരിൽ ഭയങ്കര ദൈവപ്രവൃത്തി അവിടുന്ന് വെളിപ്പെട്ടു വരുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവേ, നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിന്റെ തല നിശ്ചയമായും ഉയരും. ഗോഡ് ബ്ലസ് യു.